കേരളത്തിലെ ബഡ്ജറ്റ് ആ ഒരു പ്രത്യേകത, ആ ഒരു കാര്യം നമുക്ക് നോക്കാം. കേരളത്തിൽ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തി സി അച്യുതമേനോൻ. കാര്യം നമുക്കറിയാം, കേരളത്തിലെ ധനകാര്യമന്ത്രി സി അച്യുതമേനോൻ. അപ്പോൾ അദ്ദേഹമാണ് കേരളത്തിൽ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. പക്ഷേ ചോദ്യം PSC വേറെ രീതി ചോദിക്കാം. കേരളത്തിൽ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ച മുഖ്യമന്ത്രി ആര്? കേരളത്തിൽ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ച മുഖ്യമന്ത്രി ആര്? അപ്പോൾ ഒരു സംശയം, സി അച്യുതമേനോൻ തന്നെ അല്ലേ? ശരിയാണ്, സി അച്യുതമേനോൻ മുഖ്യമന്ത്രിയുമാണ്, ധനകാര്യ വകുപ്പ് മന്ത്രി ആയിട്ടുണ്ട്, അതുകൊണ്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുമുണ്ട്. എന്നാൽ വ്യത്യാസം, ഉത്തരം ഇതാണ്. കേരളത്തിൽ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ച മുഖ്യമന്ത്രി ആർ ശങ്കർ. ആർ ശങ്കറാണ് കേരളത്തിൽ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ച മുഖ്യമന്ത്രി. അപ്പോൾ തെറ്റിപ്പോരുത്, കേരളത്തിൽ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തി സി അച്യുതമേനോൻ. PSC ടോക്സ് ഉദ്യോഗാർത്ഥികൾക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. കേരളത്തിലെ നമ്പർ 1 ആപ്ലിക്കേഷനായ PSC ടോക്സ് ഇതാ പരീക്ഷയും കോവിഡ് സാഹചര്യവും കണക്കിലെടുത്ത് കേരളത്തിലെ മുഴുവൻ PSC ഉദ്യോഗാർത്ഥികൾക്കും ഫ്രീ ലൈവ് ക്ലാസുകൾ നൽകുന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ഇന്ന് തന്നെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കൃത്യമായി പഠിക്കുക. ഒരു സർക്കാർ ജോലി ലഭിക്കുവാൻ വേണ്ട റാങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കേരളത്തിൽ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ച മുഖ്യമന്ത്രി ആർ ശങ്കർ. കാരണം എന്തെന്നാൽ കേരളത്തിൽ, അതായത് മുഖ്യമന്ത്രി എന്ന പദവിയും വേണം, അതോടൊപ്പം തന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കണം. ആദ്യത്തെ കാലഘട്ടത്തിൽ കേരളത്തിൽ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തി, കേരളത്തിൽ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തി ചോദിച്ചാൽ സി അച്യുതമേനോൻ, ആദ്യ കേരള നിയമസഭയിലെ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി. അതൊക്കെ ഇനി അടുത്തായിട്ട് കേരളത്തിൽ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ച മുഖ്യമന്ത്രി, അതാണ് ചോദ്യമെങ്കിൽ ആർ ശങ്കറാണ്. കാര്യം മുഖ്യമന്ത്രി എന്ന പദവി വഹിക്കുകയും വേണം, ധനകാര്യമന്ത്രിയുടെ റോൾ ചെയ്യുകയും വേണം. അത് ആദ്യമായി ചെയ്താരെന്ന് ചോദിച്ചാൽ ആർ ശങ്കറാണ്. ഓക്കെ, എങ്കിൽ കേരളത്തിൽ ആകെ എത്ര മുഖ്യമന്ത്രിമാർ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്? കേരളത്തിൽ ആകെ ബഡ്ജറ്റ് അവതരിപ്പിച്ച മുഖ്യമന്ത്രിമാരുടെ എണ്ണം 4. ആരെല്ലാം? ആർ ശങ്കർ, സി അച്യുതമേനോൻ, 𝗗𝗢𝗪𝗡𝗪, ഉമ്മൻചാണ്ടി. 𝗗𝗢𝗪ും ഉമ്മൻചാണ്ടിയും സി അച്യുതമേനോനും ആർ ശങ്കർ, ഇങ്ങനെ 4 പേർ. അതിലാദ്യം ആർ ശങ്കർ, അതാണ് കാര്യം. എന്നാൽ ആദ്യം ബഡ്ജറ്റ് അവതരിപ്പിച്ച സി അച്യുതമേനോൻ ലിസ്റ്റിലുണ്ട്. എങ്കിലും ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ സി അച്യുതമേനോന്. മുഖ്യമന്ത്രി പദവിയോടൊപ്പം ബഡ്ജറ്റ് പ്രസന്റ് ചെയ്ത ആദ്യത്തെ ആളെന്ന പ്രത്യേകത ആർ ശങ്കറിനാണ്. പിന്നെ കൂട്ടത്തിലാണ് അച്യുതമേനോൻ എല്ലാം പെടുന്നത്.